അല്ല, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, അത് ഞാൻ അതിന്റെ ഫാക്ട്സ് ചെക്ക് ചെയ്ത ശേഷമാണ് പറയുന്നത്. 12 കിലോമീറ്ററിന്റെ തോടിൽ 117 മീറ്റർ മാത്രമാണ് റെയിൽവേ ലാൻഡിന് കീഴിൽ പോകുന്നത്. ആ 117 മീറ്ററിന്റെ ഒരു ഭാഗമായിട്ട് അവർക്ക് ഉത്തരവാദിത്തമുണ്ടെന്നൊരു സംശയവുമില്ല. അതിന്റെ അർത്ഥം, അഥവാ 12 കിലോമീറ്ററിന് വേണ്ടി 100 രൂപ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് 117 രൂപ 17 പൈസ പോലെ അവർ കൊടുക്കേണ്ടി വരും. അതിന്റെ ഒരു ഭാഗമുണ്ട് ഇതിൽ. പക്ഷേ പ്രൊപ്പോർഷനായിട്ടാണ് നമുക്ക് കാണേണ്ടി വരും. ഭൂരിപക്ഷം ഇതിന്റെ ഉത്തരവാദിത്വം കോർപ്പറേഷൻ തന്നെയാണെന്ന് ഒരു സംശയവുമില്ല. റെയിൽവേ ലാൻഡ് കീഴിൽ പോകുന്നതിന് റെയിൽവേയുടെ ഉത്തരവാദിത്തം എടുക്കണം. അതിനുവേണ്ടി ഞാൻ ഡൽഹിയിൽ വാദിക്കാൻ തയ്യാറാണ്. അത് എനിക്കറിയില്ല. കാരണം ഈ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഈ തോട്, നമ്മുടെ നഗരത്തിലുള്ള തോട്, നഗരത്തിന്റെ ജീവിതത്തെ നന്നാക്കാൻ വേണ്ടി ഒരു പ്രവർത്തനം കോർപ്പറേഷന്റെ ഉത്തരവാദിത്തം തന്നെയാണ്. അതിൽ ഒരു ഭാഗത്തിൽ അവർക്ക് ഇടപെടാൻ സാധിച്ചിട്ടില്ല. ആ ഭാഗത്തിന് ഉത്തരവാദിത്തം മാത്രമേ റെയിൽവേസിനുള്ളൂ. പക്ഷെ നിങ്ങൾക്കറിയാൻ പറ്റും, തോട് ക്ലീൻ ചെയ്യുമ്പോൾ ഒരു ഭാഗം മാത്രം ക്ലീൻ ചെയ്താൽ വല്ല ഗുണമുണ്ടോ? അതിങ്ങനെ അറിഞ്ഞുകൊണ്ട് വരില്ലേ? അതുകൊണ്ട് അവർക്ക് അവരുടെ ഭാഗത്തിന് വേണ്ടിയുള്ള പൂർണ്ണ ഉത്തരവാദിത്തം ഉണ്ടെങ്കിലും ഈ ബാക്കി 12 കിലോമീറ്ററിനെ വൃത്തിയാക്കാനുള്ള ഉത്തരവാദിത്തം നമ്മുടെ നഗരസഭയുടെ തന്നെയാണെന്നൊരു സംശയം. അല്ല, റെയിൽവേന് ഒരു ഭാഗമുണ്ട്. ആ പ്രൊപ്പോർഷൻ അനുസരിച്ച് അവർക്ക് ചെയ്യേണ്ടി വരും. അതിൽ ഞാൻ ഇന്നലെ പുതുപ്പള്ളിയിൽ നമ്മുടെ ഗവർണറോട് സംസാരിച്ചു. അദ്ദേഹം ഒരേ അഭിപ്രായം തന്നെയാണ്. ഒരു ഭാഗം റെയിൽവേന് ഉത്തരവാദിത്തം ഉണ്ടെന്ന് ആർക്കും ഒരു സംശയം പറയാൻ പാടില്ല. ഞാനൊരു ജഡ്ജല്ലല്ലോ, ഇതിനെക്കുറിച്ച് തീരുമാനിക്കാൻ എനിക്കാവില്ല. ഞാൻ ഒരു കോമൺ സെൻസ് ഉത്തരമാണ് പറയുന്നത്. ഇനി വേറെ വല്ല വിഷയങ്ങളുണ്ടെങ്കിൽ അത് കോമ്പറ്റന്റ് അതോറിറ്റി തീരുമാനിക്കട്ടെ. എന്റെ സ്റ്റാൻഡ് ഇതാണ്. കോർപ്പറേഷൻ ഉത്തരവാദിത്തമുണ്ട്, റെയിൽവേന് ഒരു ഭാഗം ഉത്തരവാദിത്തമുണ്ട്. രണ്ടാളും അവർ ജോലി ചെയ്യും. ഞാൻ എന്റെ ഉത്തരവാദിത്തം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു തരും. എം പിക്ക് വല്ല എക്സിക്യൂട്ടീവ് അതോറിറ്റി ഉണ്ടോ? ഞാൻ വയനാട്ടിലായിരുന്നു, ഇവിടെ ആയിരുന്നില്ല. സത്യം തന്നെയാണ്. എനിക്ക് തിരിച്ച് ഇങ്ങനൊരു ട്രാജഡി സംഭവിക്കുന്ന ആരും വിചാരിച്ചില്ല. സംഭവിച്ചപ്പോൾ വരാനുള്ള സമയമുണ്ടായിരുന്നു. അടുത്ത ദിവസം KPCC മീറ്റിംഗുമായിരുന്നു. ഞാൻ വന്നില്ല. ഞാൻ ഉടനെ ഇടപെട്ടു, ആൾക്കാരെ വിളിച്ചു, ഞാൻ പോസ്റ്റ് ഇട്ടു 2 തവണ. ഒന്ന് ആദ്യ ദിവസം, ഒന്ന് രണ്ടാമത്തെ ദിവസം അതിന്റെ ബോഡി കിട്ടിയ ശേഷം. അതിനും കാട്ടി ചെയ്യാൻ ഒരു എം പിക്ക് ഒരു അവകാശവുമില്ല ഇതിന്. ഈ കാര്യത്തിൽ നിങ്ങൾ പറയൂ, വേറെ എന്താണ് എന്റെ എം പിയുടെ ഉത്തരവാദിത്തം? എന്ത് ചെയ്യാന് അവിടെ വന്ന് നിന്നിട്ട് അല്ല, നിങ്ങൾ പറഞ്ഞു എന്ത് ചെയ്യാനാണ് നിങ്ങൾ പ്രശ്നം ആഗ്രഹിക്കുന്നത്? ഞാനിവിടെ ഉണ്ടെങ്കിൽ ഉറപ്പമായിട്ടുണ്ടായിട്ടുണ്ടാവും. അല്ലാതെ എല്ലാ 365 ദിവസം ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. നമുക്ക് ഓരോരോ ആവശ്യങ്ങളുണ്ടാവും. ഞാൻ ഉണ്ടായിരുന്നില്ല, അത് സമ്മതിച്ചു. അഥവാ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ പോയിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് പോയാൽ കൂടി ഒരു ഉത്തരവാദിത്തമോ അതോറിറ്റിയോ അവകാശമോ ഒന്നുമില്ല. എം പിയുടെ എക്സിക്യൂട്ടീവ് അതോറിറ്റി എന്താണ് നിങ്ങൾ എന്നെ ചൂണ്ടിക്കാണിക്കും. എന്നെ ട്രോൾ ചെയ്യാൻ പലരും നിൽക്കുന്നതെന്ന് എനിക്കറിയാം. എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ അതൊക്കെ കേൾക്കാൻ തയ്യാറാണ്. പക്ഷേ എന്റെ ഏത് ഉത്തരവാദിത്തമോ ഏത് അവകാശവും ഞാൻ പൂർത്തിയായിട്ട് എന്നെ റെസ്പോൺസിബിലിറ്റിയോട് ചെയ്യാൻ തയ്യാറായ ഒരു വ്യക്തിയാണ് ഞാൻ. ഇതില് എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി ഒരു അവകാശമില്ല. ഞാൻ ഈ മാലിന്യ പ്രശ്നത്തിൽ 2013 തന്നെ ഇവിടുത്തെ നാടിന്റെ ഈ നഗരത്തിന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ഞാൻ എന്റെ വ്യക്തിബന്ധം ഉപയോഗിച്ചിട്ട് ആ കാലത്ത് ഏർബൻ ഡെവലപ്മെന്റ് മിനിസ്റ്ററായ കമൽനാഥിനെ കണ്ടിട്ട് 3 കോടി രൂപ വെറും മാലിന്യ പ്രശ്നങ്ങൾ തിരുവനന്തപുരത്ത് വേണ്ടി മാത്രം കൊണ്ടുവന്നു. അത് ശരിക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് റിക്വസ്റ്റ് ഇല്ലാണ്ട് ചെയ്തതാണ്. അത് ഇതൊരു കാര്യം ഏർബൻ ഡെവലപ്മെന്റ് മിനിസ്റ്ററിന്റെ പ്രോഗറ്റീവിൽ ഉണ്ടായിട്ട് അദ്ദേഹം ചെയ്തു തന്നതാണ്. ആ 3 കോടി രൂപ തന്ന ശേഷം ഇവർ ഒരു പൈസ ചെലവാക്കിയില്ല. ആ ഫണ്ട് ലാപ്സായി പോയി. ഇതൊക്കെയാണ് എന്റെ അനുഭവം. അവര് പറയണു നിങ്ങളുടെ വിഷയമല്ല, ഞങ്ങളാണ്, കോർപ്പറേഷന്റെയാണ്. മാലിന്യ പരിഹാരം എം പിയുടെ ജോലിയല്ല, ഞങ്ങൾ ചെയ്തോളും. അപ്പോൾ ഒരു പൈസ ചെലവാക്കിയില്ല. ലാപ്സ് ആ സമയത്ത് തന്നെ 2013-14 ഇതിനെ പ്രഖ്യാപിച്ചതാണ്. അതുപോലെ തന്നെ ബാഴ്സലോണ പദ്ധതി, ഞാൻ പോയി ബാഴ്സലോണക്കാരെ കണ്ട് അവിടുത്തെ നഗരസഭ അവിടുത്തെ മേയറെയും സ്വാധീനിച്ചിട്ട് അവിടുന്ന് ഒരു റെസൊല്യൂഷൻ പാസാക്കി. നമ്മളെ സഹായിക്കാൻ എല്ലാ താല്പര്യമുണ്ട്. അവർ ഡയറക്ടർ ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസ് വന്നു, ഇവിടെ ആൾക്കാരെ കണ്ടു, മേയറെ കണ്ടു, ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ കണ്ടു, സംസാരിച്ചു. ഇതൊക്കെ ബാഴ്സലോണ നമുക്ക് വേണ്ടി ചെയ്തു തരാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ആകെ ഇവിടുത്തെ മേയറിന് ചെയ്യാൻ ആവശ്യമുണ്ടായിരുന്നു വെറും ആ ഒരേ റെസൊല്യൂഷൻ ഇവിടെ സ്വീകരിക്കാൻ മാത്രമായിരുന്നു. അവരുടെ സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങളുടെ കാരണം അതും കൂടി ചെയ്തില്ല. അപ്പൊ എനിക്കൊരു പാഠം പറഞ്ഞു, എം പിക്ക് ഇതിൽ അവകാശമില്ല. നിങ്ങൾ എന്ത് ചെയ്താലും അവർ നിങ്ങളെ തടുക്കും.
അപ്പോ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കും ഞാൻ ഇവിടെ വന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഞാൻ വെറുതെ വന്നിട്ട് നാടകം കാണിക്കാൻ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനല്ല. എനിക്കും അവിടെ വന്നിട്ട് നിങ്ങൾ എല്ലാവരും മുമ്പിൽ നിന്നിട്ട് പല കാര്യങ്ങൾ പറയാം. പക്ഷെ അതുകൊണ്ട് വല്ല ഈ മനുഷ്യന്റെ ജീവിതം രക്ഷപ്പെട്ടിട്ടുണ്ടാവുമോ? ഇല്ല, അതവർ പിൻവലിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് വലിയ, എനിക്ക് എന്റെ അഭിപ്രായത്തിൽ അത് വലിയ ബുദ്ധിയൊന്നും ഉള്ളൊരു ഒരു തീരുമാനമാണ്. എല്ലാ സംസ്ഥാനം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒന്നാം കാര്യം അത് ഭരണഘടന വിരുദ്ധമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം എഴുതിയിരിക്കുന്നത് എവറി സിറ്റിസൺ ഓഫ് ഇന്ത്യ ഹാസ് ദ റൈറ്റ് ടു ലിവ് ആൻഡ് വർക്ക് ആൻഡ് ട്രാവൽ ഫ്രീലി ഇൻ എനി പാർട്ട് ഓഫ് ഇന്ത്യ. അപ്പൊ അങ്ങനെ ഒരു സ്ഥിതിയിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിന് ചോദ്യമുണ്ട്. ഹരിയാന ഇതുപോലെ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ, നമ്മുടെ സർക്കാരല്ല മറ്റേ സർക്കാർ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ സുപ്രീം കോടതി അതിനെ തള്ളിക്കഴിഞ്ഞു. അപ്പൊ എനിക്ക് അറിയില്ല കർണാടക എന്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചിന്തിച്ചതാണ്. പക്ഷെ ഇത് ചിന്തിച്ചിട്ട് ശേഷം അവരത് പിൻവലിച്ചതിന് ഞാൻ തപ്പ് കൊട്ടുന്നു. ഇതൊരു ബുദ്ധിയില്ലാത്തൊരു കാര്യമാണ്. നമ്മൾക്ക് തന്നെ അറിയാം, പല സംസ്ഥാനങ്ങളുടെ ജനങ്ങൾ ആ സംസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരിങ്ങനെ ഒരു ലോ പാസ്സാക്കിയാൽ കൂടി അതിന് നഷ്ടം അവർക്ക് തന്നെ ഉണ്ടാവുള്ളൂ. കാരണം ചാടി നിൽക്കാൻ തയ്യാറാണ് തൊട്ടടുത്ത് തമിഴ്നാട്, നമ്മുടെ സ്വന്തം കേരളം കൂടി പറയും കർണാടകയിൽ ജോലി എടുക്കേണ്ട ഞങ്ങളുടെ അടുത്ത് വരും, ഞങ്ങൾ നിങ്ങളെ സ്വീകരിക്കാമെന്ന് പറയും. പക്ഷെ ഞങ്ങൾക്ക് മലയാളികൾ നല്ലപോലെ ഉണ്ട് ജോലി തെരഞ്ഞിട്ട്, അവരൊക്കെ ബാംഗ്ലൂരിൽ പോയിട്ടും കൂടിയുണ്ട്. അപ്പൊ എനിക്കറിയില്ല ഇത് ആരുടെ ബുദ്ധിയായിരുന്നു. ഇത് എന്തായാലും അവർ പിൻവലിച്ചത് നല്ല കാര്യം തന്നെ.